ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ്. മാങ്ങാച്ചാർ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ, പക്ഷെ നമ്മൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ അച്ചാർ മാത്രം മതി നമുക്ക് ഒത്തിരി ചോറ് തിന്നാൻ. അപ്പം നമ്മുടെ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ മാങ്ങാച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നല്ലെണ്ണയാണ്. നമ്മുടെ പാനൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ച് നമ്മൾ എപ്പോഴും അച്ചാറുണ്ടാക്കാൻ നല്ലെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ലെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ആയാലും എടുക്കാം. ഞാനിപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടി നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. നല്ലെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് കടുകും ഉലുവയും പൊട്ടിക്കാം. കടുക് ഉലുവയും നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. നമുക്ക് അച്ചാറിന് വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് അധികം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ പച്ചമുളകിന് പകരം കാന്താരി ചേർക്കുക, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ഞാനിപ്പോൾ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. എൻ്റെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ മാങ്ങ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 2 ദിവസം വെച്ചതാണ്. അങ്ങനെ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതിലേക്ക് വിനാഗിരി ചേർക്കുന്നുണ്ട്. നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർക്കാം. വിനാഗിരി ചേർക്കണം. ചിലവരൊക്കെ വെള്ളം ചേർത്തുണ്ടാക്കും. വെള്ളം ചേർക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ അച്ചാർ കേടുകൂടാതെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും വിനാഗിരി ഒഴിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ആ അരപ്പൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടുക് ഉലുവയും നല്ലപോലെ ഒന്ന് വറുത്ത് പൊടിച്ചതാണ്. ഇതിടുമ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിക്കിട്ടും. അതുമാത്രമല്ല ഇത് നമുക്ക് പൊടിച്ച് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് തരത്തിലുള്ള അച്ചാറിൽ വേണമെങ്കിലും ഇടാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുരട്ടി വെച്ച് നമ്മുടെ മാങ്ങ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുവാണ്. മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി നമ്മളൊന്ന് വേവിക്കേണ്ട. അപ്പോഴേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. പഴകുന്തോറുമാണ് നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമ്മുടെ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി തന്നെയാണ്. നമുക്ക് ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനായി പോയിക്കോളും. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട്